ശിശുപാലൻ വരൂ. ചെല്ല്. പോ ശിശുപാലൻ ചേട്ടാ, പോ. നന്നായിട്ട് ചെയ്യുന്നു കേട്ടോ. ശിശുപാലനാണ് കീചകൻ, കാഞ്ചന പാഞ്ചാലി. അപ്പോ തുടങ്ങിക്കോളൂ. പാഞ്ചാലിയെ ആക്രമിക്കാനായി കീചകൻ കാമാന്ധനായി അടുത്തേക്ക് വരികയാണ്. കീചനും പാഞ്ചാലിയൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാനൊരു പിയൂണാ, കാഞ്ചന സാറ് ക്ലർക്ക്. ഒടുവിൽ പിയൂൺ ക്ലർക്കിന് കയറി പിടിച്ചു എന്ന് പറഞ്ഞ് കേസ് മാത്രം ഉണ്ടാവില്ല. ഇവിടെ പ്യൂണും ക്ലർക്കും ഒക്കെ ജോലി സ്ഥലത്ത്. ഇപ്പോഴും നാടകമാണ് നാടകത്തട്ട്. നാടകത്തിൽ ശിശുപാലൻ പ്യൂണല്ല, ക്രൂരനായ കീചകനാണ് കീചകൻ. മനസ്സിലായോ? തുടങ്ങിക്കോ. അപ്പോ ആദ്യം ഞാൻ എന്ത് ചെയ്യണം? ഡയലോഗ് ഞാൻ പറയാം. സൈരന്ത്രി, നിന്നെ കണ്ട നാൾ മുതൽ നമ്മുടെ ഉള്ളിൽ അങ്കുരിച്ച മോഹം ഇന്ന് സാധിക്കാൻ പോവുകയാണ്. കേട്ടോളൂ, പറയേ. കാഞ്ചന സാറേ, കാഞ്ചന സാറല്ല, സൈരന്ത്രി. മനസ്സിലായോ? പറയാം. സൈരേന്ദ്രി, നിന്നെ കണ്ട മുതൽ എന്റെ ഉള്ളിൽ തോന്നിയ ഇങ്ങനെ പറഞ്ഞാ പോരാ, ഭാവം മുഖത്ത് വരണം. നിങ്ങൾ അന്തം വിട്ട് മോഹിക്കുന്ന പെണ്ണാണ് മുന്നിൽ നിൽക്കുന്നത്. എന്റെ പൊന്ന് സാറ്, എനിക്ക് 19 വയസ്സായി. സാറി പറയും പോലുള്ള മോഹമൊന്നും എനിക്ക് ഇല്ലാത്ത മോഹം എങ്ങനെ സാറേ മുഖത്ത് വരുത്തുന്നത്? കഷ്ടം. ശിശുപാലൻ ഒരു കാര്യം ചെയ്യും, അവിടെ പോയിരിക്കേ, ഞാൻ കാണിച്ചു തരാം. നോക്കൂ സൈരന്ത്രി, ഇപ്പോൾ ഞാനാണ് കീചകൻ. ഞാൻ നിന്നെ ആക്രമിക്കാൻ പോവുകയാണ്. സൈരന്ത്രി, എത്രയോ നാളായി നാം നിന്നെ മോഹിച്ച് പിന്നാലെ നടക്കുന്നു. ഇനിയെങ്കിലും നമ്മളെ ഇങ്ങനെ വിഭ്രമിപ്പിക്കാതെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വിധേയാകൂ. ഞാൻ ഇത്രയും പറയുമ്പോ പേടിച്ച് പിന്നോട്ട് പോകണം, എന്നിട്ട് ജീവൻ കയ്യിലെടുത്ത് ഓടണം. അതാണ്. സൈരന്ത്രി, എത്രയോ നാളായി നാം നിന്നെ മോഹിച്ച് പിന്നാലെ നടക്കുന്നു. ഇനിയെങ്കിലും നമ്മെ ഇങ്ങനെ വിഭ്രമിപ്പിക്കാതെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വിധേയാകൂ. അയ്യോ, അല്ല ശിശുപാല, അഭിനയം തന്നെ ആയാ മതിയായിരുന്നു. കൈവിട്ട് പോയതാ. ചെന്ന് പിടിച്ചു മാറ്റിയില്ലെങ്കിൽ ബലാത്സംഗത്തിന് സമാധാനം പറയേണ്ടി വരും. ഉണ്ടെന്ന്. എന്തെങ്കിലും പ്രശ്നമുണ്ടായി പോലീസ് കേസ് ആയാൽ അമ്മയാണ് ജാമ്യത്തിൽ നിൽക്കാൻ ഞാൻ വരില്ല. എന്താ പരിപാടി? എന്താ കാണിക്കുന്നത്? മോരേഷന്ദ്രൻ എന്നെ തടഞ്ഞത്. ഞാൻ കഥാപാത്രത്തെ ഉൾക്കൊണ്ടുപോയി. പാഞ്ചാലിയെ മുന്നിൽ കിട്ടിയാൽ പിന്നെ കീചകന് കണ്ണുമുക്കും കാണില്ല, അയാൾ ഭ്രാന്തനാകും. കീചകന് ഭ്രാന്തനാകാം. ഒന്നാമത് അയാൾ രാജാവിന്റെ അളിയൻ, രണ്ടാമത് അന്ന് പോലീസ് ഇല്ലായിരുന്നു. ഇപ്പൊ അതല്ല അവസ്ഥ. പോലീസ് ഉണ്ട്, ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ട്, അല്ലേ? ശരി, അപ്പോ ഞാൻ അത്ര ഉൾക്കൊള്ളുന്നില്ല. പിന്നെ കാഞ്ചനയുടെ അഭിനയം അത്ര പോരാ. അതെ, ഇനി സ്വയം പ്രഭു വരട്ടെ. തർക്കം വേണ്ട. എനിക്കിഷ്ടപ്പെടുക എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. കാരണം ഞാനാണ് ഈ നാടകത്തിന്റെ രചയിതാവും സംവിധായകനും. മനസ്സിലായോ? ശിശുപാലൻ ചേട്ടൻ നോക്കിക്കോ, എന്റെ അഭിനയം കേശവൻ സാറിന് ഇഷ്ടപ്പെടും. ഞാൻ തന്നെ പാഞ്ചാലി. സ്വയം പ്രഭു വരൂ. വന്നോളൂ, അവിടെ പോയി കണ്ടുപിടിക്കേ. അപ്പോ ഞാൻ പറഞ്ഞൊക്കെ കേട്ട് കാണുള്ളൂ. കഥാസന്ദർഭം ശരിക്കും മനസ്സിലായില്ലേ? എനിക്കെല്ലാം മനസ്സിലായി. അപ്പോ നമുക്ക് തുടങ്ങാല്ലേ? സൈരന്ത്രി, എന്തോ
സൈരന്ധ്രി. ഞാൻ വിളി കേട്ടല്ലോ. എന്താ കീജയൻ ചേട്ടാ? ചേട്ടാന്നോ? അയ്യോ, ഈ ചേട്ടാന്ന് വിളിക്കാൻ കീചകൻ സൈരന്ധ്രനല്ല. അതൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നെക്കാളും മൂത്ത ആരെ കണ്ടാലും ഞാൻ ചേട്ടാന്നേ വിളിക്കും. അത് നന്നായി. അതാണ് സ്വയംപ്രഭയുടെ മര്യാദ. പീഡിപ്പിക്കാൻ വരുന്നവന് തന്നെക്കാട്ടിൽ പ്രായം കൂടുതലുണ്ടെങ്കിൽ സ്വയംപ്രഭ ചേട്ടാ എന്നേ വിളിക്കും. സ്വയംപ്രഭയ്ക്കുള്ള സ്നേഹ ബഹുമാനങ്ങൾ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇപ്പോ സ്വയംപ്രഭ സൈരന്ധ്രയും ഞാൻ കീചകനുമാണ്. സൈരന്ധ്രയ്ക്ക് കീചകനോട് പ്രണയം തോന്നിയാൽ നാടകം സ്റ്റേജിൽ കളിക്കുമ്പോൾ നമ്മൾ അടികൊണ്ട് റൊട്ടിയായി പോവും. അയ്യോ, അത് പക്ഷെ സാറിന്റെ മുഖത്തേക്ക് ദേഷ്യപ്പെടാൻ എനിക്ക് പറ്റില്ല. അയ്യോ. ഈ മുഖം കാണുമ്പോ ശിശുപാല, കഥ മൊത്തം മാറണം കേട്ടാ. അല്ല, എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. കീചകന്റെ ഭാര്യയായി മറ്റൊരു കഥാപാത്രത്തെ ഞാൻ കൊണ്ടുവരാം. അതാവുമ്പോ സ്വയംപ്രഭയ്ക്കും എനിക്കും നന്നായിട്ട് ഇഴുകിച്ചേർന്ന് അഭിനയിക്കാനുള്ളൂ. നീ ധൈര്യം എന്താ? ഇത് നിനക്ക് പ്രേമിക്കാനുള്ള സ്ഥലമല്ല, ഇത് വില്ലേജ് ഓഫീസാണ്. ഇവിടെ ഇത്തരം വൃത്തികൾ നടക്കില്ല. നാടകമാകുമ്പോ പലതും നടക്കും. കൊലപാതകം, ബലാത്സംഗം, പിടിച്ചുപറി, പ്രേമം. അത് കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതില്ലാത്ത നാടകം മതിയെങ്കിലോ? അതൊന്നുമില്ലാത്ത നാടകമാണ്. എന്തായാലും ഇതിവിടെ പറ്റില്ല. നടക്കില്ല. നോക്കൂ മിസ്റ്റർ മോഹനേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ്. സൈരന്ധ്രിയെ ആക്രമിച്ച കീചകന്മാർ ഇപ്പോഴും ധാരാളമുണ്ട് നമ്മുടെ സമൂഹത്തിൽ. നാടകത്തിന്റെ അവസാനം ഭീമസേനൻ കീചകനെ ഞെരിച്ചു കൊല്ലുമ്പോ നമ്മൾ സ്ത്രീ പീഡനക്കാരായ പുരുഷന്മാർക്ക് ഒരു താക്കീത് കൊടുക്കുകയാണ്. ഓരോ പെണ്ണിന്റെയും മാനം രക്ഷിക്കാൻ ഓരോ പുരുഷനുണ്ടെന്നും പെണ്ണിന്റെ മാനത്തിന് വില പറയുന്ന ആണിന് കീചകന്റെ അന്ത്യമാണ് ഉണ്ടാവുക എന്നുമാണ് ഈ നാടകത്തിന്റെ സന്ദേശം. അതൊന്നും എനിക്കറിയണ്ട. ഈ നാടകം ശരിയാവില്ല. മോഹനകൃഷ്ണ, ഇത് തന്റെ പിടിവാശിയാണ്. കളിക്കുന്നെങ്കിൽ ഈ നാടകമേ കളിക്കൂ. നടക്കില്ല. നടക്കണം. മോഹനേട്ടാ, സത്യത്തിൽ കേശവൻ സാറ് പറഞ്ഞതിൽ കാര്യമുണ്ട്. മോഹനേട്ടനെ പോലെ ഒരാൾ നാടകം കളിക്കുമ്പോ അതിൽ ജനങ്ങൾക്ക് കൊടുക്കാൻ ഒരു സന്ദേശം ഉണ്ടാവണം. സാറ് പറഞ്ഞതുപോലെ ഇക്കാലത്ത് നമ്മൾ കൊടുക്കേണ്ടത് സ്ത്രീപീഡനത്തിനെതിരായ സന്ദേശം തന്നെയാണ്. അതിന് ഈ കഥ ബെസ്റ്റാണ്. സത്യഭാമയ്ക്ക് വിവരമുണ്ട്. ഈ മാന്യ യുവതിയുടെ ഭർത്താവായിട്ടും മോഹനകൃഷ്ണൻ വിവരമേ ഇല്ലല്ലോ. മോഹനേട്ടാ, ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. ഒരാളൊരു കാര്യം പറയുമ്പോ അതിലൊരു കഴമുണ്ടെങ്കിൽ നമ്മൾ അനുസരിക്കണ്ടേ? ഈ നാടകം മതി, ഇത് നല്ലതാ. മോഹനോട് കൂടെ മാറി നിന്നേ. നിക്ക്, ഞാൻ സംസാരിക്കട്ടെ. സാറേ, ഒരു കാര്യം പറയാനുണ്ട്. ദ്രൗപതിയായി കാഞ്ചന അഭിനയിച്ചതും സ്വയംപ്രഭ അഭിനയിച്ചതും അത്ര നന്നായില്ല അല്ലേ? ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഞാനും ലോ കോളേജിൽ പഠിക്കുമ്പോ നാടകമൊക്കെ കളിച്ചിട്ടുണ്ട്. പക്ഷേ വില്ലേജ് ഓഫീസിലെ ജീവനക്കാരുടെ നാടകത്തിൽ വക്കീലിന് എന്താ കാര്യം? വില്ലേജ് ഓഫീസിലെ ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ചേർന്നൊരു നാടകം എന്നാണ് പറഞ്ഞത് അല്ലേ? ഞാൻ വില്ലേജ് ഓഫീസിന്റെ ഭാര്യയല്ലേ, അപ്പോ എനിക്ക് നാടകം കളിക്കാം. അത് നടക്കില്ല. നീ പോ, നീ തിരിച്ചു പോ. സത്യഭാമയെ തടയേണ്ട മോഹനകൃഷ്ണ. ഇവരെ കണ്ടാലറിയാം ഇവരുടെ ഉള്ളിലൊരു കലാകാരി ഉണ്ടെന്ന്. പക്ഷെ ഭാമ എന്റെ ഭാര്യയാണ്. എന്റെ ഭാര്യ അഭിനയിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്റെ ഭർത്താവ് അഭിനയിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഭാമേ, ഇത് നടക്കില്ല. ഇത് ഇവിടുത്തെ ന്യായോ മോഹനേട്ടാ? എനിക്ക് അഭിനയിക്കണം. മോഹനേട്ടാ അവിടെ പോയി നിൽക്കുക. ഞാൻ സമ്മതിക്കില്ല. സമ്മതിച്ചേ പറ്റൂ. മോഹനേട്ടാ ഒന്ന് ചെല്ലേ പ്ലീസ്. മോഹനകൃഷ്ണൻ അവിടെ പോയിരിക്കൂ. ഞങ്ങൾ കഥാപാത്രത്തെ ഉൾക്കൊള്ളട്ടെ. വക്കീല് പറഞ്ഞതിൽ കാര്യമുണ്ട് സാർ. അല്ല, നമ്മുടെ വക്കീലല്ലേ, ഒന്ന് ശ്രമിച്ചു നോക്കട്ടെന്ന്. ശ്രമിച്ചു നോക്കട്ടെ. ഒന്ന് പോ മോഹനേട്ടാ, ചെല്ലേ ചെല്ലേ. വെറുതെ ആവശ്യമില്ലാതെ. അപ്പോ നമുക്ക് തുടങ്ങാല്ലേ? ഞാൻ കീചകൻ, സത്യഭാമ സൈരന്ധ്രി. അറിയാം. കാമാന്തനായ കീചകൻ പാവം സൈരന്ധ്രിയെ സമീപിക്കുകയാണ്. സത്യഭാമേ, സൈരന്ധ്രി, നിന്നെ കണ്ട നിമിഷം മുതൽ എന്റെ മനസ്സിന്റെ ഉൾത്തടങ്ങളിൽ ഉണ്ടായ തുടികൂട്ടൽ നിനക്ക് മനസ്സിലാവില്ല. ആ കോന്തനെ മറന്നേക്കൂ. നീ എന്റെ പട്ടമഹിഷിയാകൂ. പക്ഷേ
ഒരു പക്ഷേയില്ല. എന്റെ മോഹങ്ങൾക്ക് നീ വഴങ്ങിയാൽ നിനക്ക് ലഭിക്കാൻ പോകുന്ന എന്തൊക്കെയാണെന്നറിയാമോ? വരൂ പ്രിയേ. ഇതാണ് സ്ത്രീ പീഡകർക്കെതിരായുള്ള സ്ത്രീകളുടെ താക്കീത്. നിന്നെ പോലുള്ള വായ്നോക്കികളെ നേരിടാൻ ഞങ്ങൾക്ക് ഒരു ഭീമസേനന്റെ സഹായം ആവശ്യമില്ല. സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നവരെ നേരിടാൻ സ്ത്രീകൾക്ക് ചങ്കുറ്റമുണ്ടാവുന്ന ദിവസം നിന്നെ പോലുള്ളവരുടെ സുഖം തരും. ഇതാണ് ഈ നാടകത്തിന്റെ സന്ദേശം. താങ്ക് യു. താങ്ക് യു. ഒന്നുമില്ല, കൂടെ ഇത് മുഴുവൻ ഇവിടെ അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ തുടങ്ങാൻ അല്ല, അപ്പൊ നാടകം മാനട്ടാ, എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? അല്ല, ഞാൻ കാരണം നാടകം മുടങ്ങിയില്ലേ? നീ കാരണമല്ലല്ലോ. അയാൾക്ക് നാടകം എഴുതാനൊന്നും അറിയില്ല. സത്യത്തിൽ അത് ഇപ്പോഴെങ്കിലും മനസ്സിലായത് നന്നായി. അയാളെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ആള് ശരിയല്ലെന്ന്. എന്താ ആശാന്റെ ഉദ്ദേശം അറിയാനാണ് ഞാൻ റിഹേഴ്സലിന് വന്നത്. സാരമില്ല, നാടകമൊന്നും ശരിയായില്ലെന്ന് ഞാൻ കളക്ടറോട് പറഞ്ഞോളാം. അല്ലെങ്കിൽ തന്നെ വില്ലേജ് ഓഫീസർക്ക് നാടകങ്ങളെ അല്ലല്ലോ പണി. നമുക്കൊന്നുകൂടി ശ്രമിച്ചാലോ? വേണ്ട, ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്, അതല്ലേ ചെയ്യാൻ പറ്റൂ. എനിക്ക് ആ സന്തോഷം മതി. എന്തായാലും പെണ്ണുങ്ങളുടെ പുറകെ നടന്ന് ശല്യം ചെയ്ത് ഒരുത്തനിട്ട് ഒന്നും പൊട്ടിക്കാൻ പറ്റില്ലോ. എനിക്ക് സന്തോഷമായി. നന്നായി. നാടകാന്തം അടിയെന്ന് ആ പ്രമാണം തിരുത്തി എഴുതിയതിന്റെ ആവേശത്തിലാണ് സത്യഭാമ ഇപ്പോൾ. ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ടെന്നും അവരവർക്ക് പറയാത്തത് ചെയ്യാൻ പോയാൽ അത് കയ്യാങ്കളിയിലേ തീരൂ എന്നതാണ് ഈ കഥയുടെ ഗുണപാഠം. പക്ഷേ ഗുണപാഠങ്ങളിൽ മോഹനകൃഷ്ണന് വലിയ വിശ്വാസമില്ലാത്തതിനാൽ നാളെയും പുതിയ പുകിലെന്തെങ്കിലും ഒപ്പിക്കുമെന്നതിൽ തർക്കമില്ല. ആ പുകിലിന്റെ കഥയുമായി കാര്യം നിസാരം നാളെ രാത്രി 9 മണിക്ക്.